നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ എക്സ്ക്ലൂസീവ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുടുംബത്തിലെ 5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. മലയങ്കീഴ് മണിയറവിള ആശുപത്രിയിൽ കുഞ്ഞിനെ ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നതിനിടെ കുട്ടികളിൽ ഒരാളെ തെരുവുനായ ആക്രമിച്ചു. മണിയറവിള ആശുപത്രിക്ക് മുന്നിൽ വച്ചാണ് ഞായറാഴ്ച രാവിലെ 10 മണിയോടെ 5 വയസ്സുള്ള കുട്ടിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. പേപ്പട്ടിയാണ് ആക്രമിച്ചത് എന്നാണ് ആശുപത്രിക്ക് മുന്നിലെ ഓട്ടോക്കാരും ആംബുലൻസ് ജീവനക്കാരും പറയുന്നത്. കാട്ടാക്കട, കിള്ളി, കൊല്ലോട്, ഷാഷിംസ ഷബിന ദമ്പതികളുടെ 5 വയസ്സുകാരൻ അസിസബനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കുട്ടിയെ നായ ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തിയ ഓട്ടോക്കാരും ആംബുലൻസ് ജീവനക്കാരുമാണ് നായയെ കല്ലെറിഞ്ഞ് ഓടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഉടൻ തന്നെ മണിയറവിള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും കുട്ടിയെ മാറ്റി. കുട്ടിയുടെ കാലിലും കൈയുടെ മുട്ടിന്റെ മുകളിലുമാണ് നായ കടിച്ചത്. കൈയിൽ ആഴത്തിലുള്ള മുറിവുകളാണുള്ളത്. മെഡിക്കൽ കോളേജിൽ കുട്ടിക്ക് കുത്തിവയ്പും മറ്റ് ശുശ്രൂഷകളും നൽകി. എന്താണ് സംഭവം എന്തായിരുന്നു രാവിലെ? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പട്ടി അവിടെ നിന്ന് വരെയായിരുന്നു. അപ്പോഴും ഇതോ അവിടെ ആക്റ്റീവ് ചെയ്തിരിക്കുന്ന അവിടെ വെച്ചാണ് പട്ടി അടിച്ചത്. ഒരു കൊച്ചിൻ്റെ കയ്യിലും ഇവിടെ തുടയിലുമായിട്ടാണ് കടി ഉണ്ടായത്. പിന്നെ നമ്മൾ ആട്ടോ ചേട്ടന്മാരും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡെറ്റോള് സോപ്പ് ഉപയോഗിച്ച് കഴുകി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. പിന്നെ നേരത്തെ ഇതേപോലെ വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് ചേട്ടന്മാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. മുമ്പും പല ദിവസം സ്ത്രീകളെ കടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് സ്ത്രീയെ കടിച്ചു. അത് പിന്നെ ജെല്ലി സ്റ്റോറിനുണ്ട്. അതിന് മുമ്പും ഇവിടെ പല ആവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പട്ടികൾ ചുറ്റും ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഇവിടെ താമസിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് താമസിക്കുന്നത്. ഇഷ്ടംപോലെ പട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഇഷ്ടംപോലെ ഉണ്ട്. രോഗികളെല്ലാം ഭീഷണിയാണ്. ഈ പട്ടി രോഗികളുടെ ഭീഷണിയാണ്. ഇതിന് പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം. അപ്പൊ ഇന്ന് രാവിലെ കണ്ടല്ലേ ഇയാളല്ലേ അല്ലേ? എന്താ അങ്ങനെ കണ്ട സമയത്ത് എന്തായിരുന്നു? വണ്ടി ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ഒരു ഓട്ടോ അടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയുടെ പുറകിൽ നിന്നാണ് ഈ അമ്മയുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടി കടിച്ച് ആ കൊച്ച് ബാക്കിൽ നടന്നു വരെയായിരുന്നു. ആ സമയത്താണ് പട്ടി അവിടെ കടിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് ഓടി ചെന്ന് നോക്കിയാൽ കയ്യിൽ നല്ല മുറിവുണ്ടായിരുന്നു, തുടയിൽ ഒരു മുറിവുണ്ട്. അപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ അടുത്തുള്ളതുകൊണ്ട് പിന്നെ അവിടെ കയറ്റി ഫസ്റ്റൊക്കെ ചികിത്സ കൊടുത്തു. അതിന് അവർ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ പിന്നെ ആളുടെ ബന്ധു റിലേറ്റീവ് എന്ന് പറഞ്ഞു വണ്ടി കയറ്റി അവർ ജനറൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. കയ്യിലെ പരിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നല്ലേ? നല്ല പരിക്കുണ്ടായിരുന്നു. നല്ലതാണ്. അവര് പിന്നെ എത്ര പേരാണ് വന്നത്? കുഞ്ഞുങ്ങള് അമ്മയും ഒരു കൈക്കുഞ്ഞും പിന്നെ ഈ കടി കൊണ്ടുവന്നാണ് ഓടിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അല്ലേ? കൊണ്ടുപോയതല്ലേ? കൊടുത്തത് എല്ലാം ഞങ്ങളാണ്. ഡോക്ടറെ കാണിച്ചത് ഞങ്ങളാണ്. കാണിച്ചിട്ട് അവരെ ഇവിടുന്ന് പ്രശ്നമാണ് എന്നാണ് ഇവിടെ നാട്ടിലൊക്കെ പറയുന്നത്. ഓക്കെ, പട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നു? ആണോ? ആ പ്രശ്നം ഉണ്ടായിരുന്നു. പേരെന്താണ്? എൻ്റെ പേര് അഭിജിത്ത്. എൻ്റെ പേര് അരുൺ. ഹരികുമാർ.